ഹായ് ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ T20 ഹിസ്റ്ററി. ഇന്ത്യയും സിംബാബ്വെയും തമ്മിലുള്ള 2020 മത്സരങ്ങളുടെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യ സിംബാബ്വെ 2020 മത്സര പരമ്പര നടക്കുകയാണ്. 5 മത്സരങ്ങളുടെ പരമ്പരയാണ്. അതിൽ ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ച് ഇങ്ങനെ സമനിലയിൽ നിൽക്കുന്നു. ഇനി അടുത്ത് നടക്കാനിരിക്കുന്ന മൂന്നാമത്തെ മത്സരമാണ് ഹരാരയിലാണ്. ഹരാര സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ആദ്യ മത്സരം, അതായത് ഈ പരമ്പരയിൽ ആദ്യ മത്സരം അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ സിംബാബ്വെ വിജയിച്ചെന്ന് പറയാം. സിംബാബ്വെ 13 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. അതായത് T20 കപ്പ് നേടി ഇങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ആണ് പെട്ടെന്നൊരു തോൽവി. അതായത് യുവനിരയാണ് ടീം ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഗില്ലാണ് ക്യാപ്റ്റന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആദ്യ മത്സരത്തിൽ 13 റൺസിന് സിംബാബ്വെയോട് പരാജയപ്പെട്ടു. രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയമായിരുന്നു. 100 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെ പരാജയപ്പെടുത്തിയത്. അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയും അങ്ങനെ പുത്തൻ താരോദയങ്ങൾ വരവറിയിച്ചിട്ടുണ്ട് ടീമിലേക്ക് എന്ന് പറയാം. അപ്പോൾ മൂന്നാമത്തെ മത്സരമാണ് അടുത്ത് നടക്കാൻ പോകുന്നത് ഹരാരെ സ്റ്റേഡിയത്തിൽ. ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ചരിത്രം നോക്കുമ്പോൾ ആകെ ഇവർ തമ്മിൽ മൊത്തം കളിച്ചിരിക്കുന്ന 10 മത്സരങ്ങളാണ്. 10ൽ 7 മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു, 3 മത്സരത്തിൽ സിംബാബ്വെ വിജയിച്ചു. 2010 ഇവർ ആദ്യമായിട്ട് T20 മത്സരം കളിക്കുന്നത്. ആ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു വിജയം. സിംബാബ്വെയുടെ വിജയം എന്ന് പറയുന്നത് 2015 അവരുടെ നാട്ടിൽ, അതായത് സിംബാബ്വെയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി 10 വിക്കറ്റിനായിരുന്നു അവരുടെ ജയം. തൊട്ടടുത്ത വർഷം 2016 അവരുടെ നാട്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ തന്നെ 2 റൺസിന് സിംബാബ്വെ ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നു. സിംബാബ്വെയുടെ അടുത്ത വിജയം എന്ന് പറയുന്നത് ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിലാണ്. അങ്ങനെ 10 മത്സരങ്ങളിൽ 7 എണ്ണത്തിൽ ഇന്ത്യ, 3 എണ്ണത്തിൽ സിംബാബ്വെ. എങ്ങനെയാണ് അവരുടെ നേരെയുള്ള റെക്കോർഡുകൾ എന്ന് പറയുന്നത്. ഏതായാലും പുത്തൻ യങ് ടീം റെഡിയായി കഴിഞ്ഞു. അഭിഷേക് ശർമ്മയൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു, സെഞ്ചുറിയൊക്കെ അടിച്ച്. അങ്ങനെ പുത്തൻ താരോദയങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വരവറിയിച്ചിട്ടുണ്ട് ഗില്ലിൻ്റെ നേതൃത്വത്തിലുള്ള ടീം. ഏതായാലും അടുത്ത മത്സരം ഹരാരയിൽ നടക്കും. നാലാമത്തെ മത്സരം 13 തീയതിയും 5ാമത്തെ മത്സരം 14 തീയതിയും നടക്കും. ഏതായാലും ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ചിങ്ങനെ സമനിലയിൽ നിൽക്കുകയാണ്. ഏതായാലും നല്ലൊരു മാച്ചിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.